യേശുവിനോടൊപ്പമുള്ള യാത്ര. ഇന്നത്തെ ചിന്താവിഷയം: ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിക്കുക. ധ്യാനത്തിനായുള്ള തിരുവചനം റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 11-ാം വാക്യം. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പിൻ. ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിക്കാനാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. വേദപുസ്തകത്തിൽ ഉടനീളം നാം നോക്കുമ്പോൾ ദൈവത്തിനായി എരിവോടെ പ്രവർത്തിച്ച അനേകരെ കാണുവാൻ സാധിക്കും. ദൈവത്തിനു വേണ്ടിയും ദൈവജനത്തിനും വേണ്ടിയും ഫിലിസ്തീനോട് യുദ്ധം ചെയ്ത ദാവീദ്, തീയിൽ എറിയപ്പെടും എന്ന് കൽപ്പന ഉണ്ടായിട്ടും ദൈവത്തെ മാത്രം ആരാധിച്ച ശദ്രക്, മേശക്, അബേദ്നെഗോ, പുതിയ നിയമകാലത്തെ പൗലോസ് തുടങ്ങിയവർ ദൈവത്തിനായി എരിവോടെ പ്രവർത്തിച്ചു. യേശുവിനോടൊപ്പമുള്ള യാത്രയിൽ ക്രിസ്തുവിനായി ശക്തിയോടെ പ്രവർത്തിക്കുവാൻ ആത്മാവിൽ എരിവും ഉത്സാഹവും ഏറ്റവും അത്യാവശ്യമാണ്. ആത്മാവിനാൽ നിറയപ്പെട്ട് ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ജീവിതമാണ് ദൈവപ്രസാദം ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് ഈ വചനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ പ്രവർത്തിക്കുവാൻ. നാം ഈ ലോകത്തിൽ ആയിരിക്കുമ്പോൾ ആത്മാവിൻ്റെ എരിവും ഉത്സാഹവും നഷ്ടപ്പെട്ട് മടിയും അലസതയും ഉള്ളവരായി തീരുവാനുള്ള സാഹചര്യങ്ങൾ അനേകമാണ്. എന്നാൽ നാം തണുത്തു പോകാതെ ആത്മാവിൽ എരിവുള്ളവരായി തന്നെ തുടരുവാൻ ഈ നോമ്പിൻ്റെ നാളുകളിൽ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ നാം നോക്കുമ്പോൾ യേശു കയറുകൊണ്ട് ഒരു ചമ്മട്ടി ഉണ്ടാക്കി ആടുമാടുകളോടും കൂടെ എല്ലാവരെയും ദൈവാലയത്തിൽ നിന്നു പുറത്താക്കി പൊൻവാണിപ്പക്കാരുടെ നാണ്യം തൂകിക്കളഞ്ഞു മേശകളെ മറിച്ചിട്ടു. പ്രാവുകളെ വിൽക്കുന്നവരോട്, ഇത് ഇവിടെ നിന്ന് കൊണ്ടുപോകുവിൻ, എൻ്റെ പിതാവിൻ്റെ ആലയത്തെ വാണിഭശാല ആക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ, നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു എന്ന് എഴുതിയിരിക്കുന്നത് ഓർത്തു. കർത്താവായ യേശു പിതാവായ ദൈവത്തിന് പ്രസാദമായ പ്രവൃത്തി ചെയ്തത് ആത്മാവിൽ എരിവോടെയാണ്. ഈ എരിവോടെയാണ് കർത്താവ് ആലയത്തിൽ കണ്ട സകല അനീതിയും പുറത്താക്കി ആലയത്തെ ശുദ്ധീകരിച്ചത്. അതുപോലെ നാമും ആത്മാവിൽ എരിവോടെ നമ്മുടെ ശരീരം എന്ന ദൈവത്തിൻ്റെ ആലയത്തിൽ നിന്ന് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത സകലവും എരിവോടെ പുറത്താക്കണം. പാപത്തിന് അടിമകളായിരുന്ന നമ്മെ തൻ്റെ രക്തത്താൽ ക്രിസ്തു വീണ്ടെടുത്ത് ദൈവത്തിൻ്റെ മക്കളാക്കി തീർത്ത ദൈവകൃപയെ ഓർത്തുകൊണ്ട് ആത്മാവിൽ എരിവോടെ നാം ദൈവത്തിനായി പ്രവർത്തിക്കുവാൻ കടപ്പെട്ടവരാണ്. ഒരു യോഗ്യതയും ഇല്ലാതിരുന്ന നമ്മെ തിരഞ്ഞെടുത്ത ദൈവകൃപയും ദൈവസ്നേഹവും ഉണർന്നുകൊണ്ട് ഉത്സാഹത്തോടെ ദൈവത്തിനായി അനുദിനം പ്രവർത്തിക്കണം. ആത്മാവിൽ എരിവോടെ ക്രിസ്തുവിനായി പ്രവർത്തിക്കുവാൻ നമ്മെ സഹായിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവത്തിനായി പ്രവർത്തിക്കുവാൻ ചൂടും ഉന്മേഷവും ഉത്സാഹവും നൽകുന്നു. അതിനായി നാം നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ദൈവത്തിങ്കിലേക്കാണ്. ദൈവത്തെ സ്നേഹിക്കുന്നതിലും ദൈവത്തെ ശുശ്രൂഷിക്കുന്നതിലും ഉത്സാഹത്തോടെ നമുക്ക് ആയിരിക്കാം. ദൈവത്തിനായി കൂടുതൽ ശക്തിയോടെ ഉന്മേഷത്തോടെ ആത്മാവിൽ എരിവോടെ പ്രവർത്തിക്കുവാൻ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഓരോരുത്തരെയും ശക്തീകരിക്കട്ടെ, സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിച്ച് അനുദിനം വഴി നടത്തുന്ന സ്വർഗീയ പിതാവേ, ഈ പുതിയ ദിവസത്തിനായി ഞങ്ങളങ്ങേക്ക് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി പ്രവർത്തിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ശക്തീകരിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകൾ ക്ഷമിക്കണമേ.
ആത്മാവിൽ എരിവോടെ അങ്ങയെ പ്രസാദിപ്പിക്കുന്ന ജീവിതം നയിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. വിശ്വസ്തയോടെ അങ്ങയുടെ ഉത്തമ സാക്ഷികളായി ജീവിക്കുവാൻ ഞങ്ങൾക്ക് ബലം നൽകണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.